ഹലോ, ഒരിടക്ക് ട്രെൻഡിങ് ആയിരുന്ന വഴുതനങ്ങയും തൈരും കൂടിയുള്ള റെസിപ്പിയില്ല. അത് നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ വായോ. ഫസ്റ്റ് തന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വഴുതനങ്ങ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിലേക്കെല്ലാം പിടിക്കും കേട്ടോ. പിന്നെ നമുക്ക് ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ തീ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വഴുതനങ്ങ കിട്ടുന്നത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, മൺചട്ടി. അതിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും കൂടി പൊട്ടിക്കുക കേട്ടോ. പിന്നെ ഇവിടെ എടുത്തേക്കണത് സവാളയും പച്ചമുളകും വേപ്പിലയാണ് ഒന്ന് താളിച്ചിടാനായിട്ട്. അപ്പോൾ അത് നമുക്ക് അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും തൈര് ഞാനിവിടെ ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ തള വരാൻ പാടില്ല. നമ്മൾ തൈര് ഒഴിച്ചപ്പോൾ തന്നെ വഴുതനയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ടോ. അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.